ജാതി സെൻസസ് അഥവാ കാസ്റ്റ് സെൻസസ് 1931 അതായത് ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലായിരുന്നപ്പോഴാണ് ആദ്യത്തെ ജാതി സെൻസസ് നടന്നത്. അങ്ങനെ 1931 നടത്തിയ ആ ജാതി സെൻസസിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ജാതീയമായ സ്ഥിതിവിവര കണക്കുകളാണ് ഇപ്പോഴും ഇന്ത്യ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് വളരെ ദുരൂഹമായ ഒരു കാര്യം. അതായത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യം. ഇനി 2011 UPA ഗവൺമെൻറ് ഒരു ജാതി സെൻസസ് കൊണ്ടുവന്നിരുന്നു. ആ ജാതി സെൻസസ് അതായത് രണ്ടാം യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് ഗവൺമെൻറ് ആണ് ജാതി സെൻസസ് കൊണ്ടുവന്നത്. അന്ന് അതിൻ്റെ മുഖ്യ ഉദ്ദേശം എന്തായിരുന്നു എന്ന് വെച്ചാൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പോൽ, അതായത് ഒരുപാട് ഡയറക്റ്റ് ട്രാൻസ്ഫേഴ്സ് ഉണ്ട്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, പിന്നെ അതുപോലെ പാവപ്പെട്ടവർക്ക് നേരിട്ട് സാമ്പത്തിക സഹായം കിട്ടുന്നതിനുള്ള ഒരുപാട് സ്കീംസ്. ആ സ്കീംസ് ഒക്കെ യഥാർത്ഥത്തിൽ അർഹതപ്പെട്ടവരിൽ തന്നെയാണോ എത്തിച്ചേരുന്നത്, അതോ അനർഹർ കൂടി അതിൽ കൈയിട്ട് വരുന്നുവോ എന്നറിയുകയായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അങ്ങനെ ഇന്ത്യയിലെ 640 ജില്ലകളിലാണ് അന്ന് സോഷ്യോ എക്കണോമിക് ആൻഡ് കാസ്റ്റ് സെൻസസ്, ആ സെൻസസിന്റെ പേര് സോഷ്യോ എക്കണോമിക് ആൻഡ് കാസ്റ്റ് സെൻസസ് എന്നായിരുന്നു. അപ്പോൾ ഇത് ഇന്ത്യയിലെ 640 ജില്ലകളിൽ നിന്നും സെൻസസിന്റെ ഭാഗമായി സ്ഥിതി വിവര കണക്ക് ശേഖരിച്ചു. മാത്രവുമല്ല 6.4 ലക്ഷം ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിച്ചാണ് ആ സെൻസസ് നടത്തിയത്. അതുപോലെ തന്നെ കുടുംബ വിശദാംശങ്ങൾ സമാഹരിച്ചത് ടെമ്പററി ഐഡന്റിഫിക്കേഷൻ നമ്പർ അഥവാ ടിൻ നമ്പർ, ടെമ്പററി ഐഡന്റിഫിക്കേഷൻ നമ്പർ അഥവാ ടിൻ നമ്പർ ഉപയോഗിന്റെ സഹായത്തോടെ ആണ് നടത്തിയത്. സഹായത്തോടെ പോപ്പുലേഷൻ രജിസ്റ്ററിൽ നിന്നാണ്, ടിൻ നമ്പറിന്റെ സഹായത്തോടെ പോപ്പുലേഷൻ രജിസ്റ്ററിൽ നിന്നാണ് വേണ്ടത്ര സ്ഥിതി വിവര കണക്കുകൾ ശേഖരിച്ചത്. അപ്പോൾ സെൻസസിന് ശേഷം 1,24,00,000 എതിർപ്പുകളും പരാതികളും രേഖപ്പെടുത്തപ്പെട്ടു. എന്താണ് സോഷ്യോ ഇക്കണോമിക് കാസ്റ്റ് സെൻസസ് ഉദ്ദേശിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും വീട് പദ്ധതിയിൽ ആരെയൊക്കെ ഉൾപ്പെടുത്തണം എന്ന് കണ്ടുപിടിക്കുക. അതായത് മുഖ്യ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്. പിന്നെ അതുപോലെ എല്ലാ വിദ്യാഭ്യാസപരമായ കാര്യം, എല്ലാവർക്കും വിദ്യാഭ്യാസവും പരിശീലനവും, അത്തരം കാര്യങ്ങളിലൊക്കെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, അതായത് അത്തരം സഹായം അർഹതയുള്ളവരാരൊക്കെ. അതുപോലെ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി 2005 കൊണ്ടുവന്നത്, അതിന് അർഹതപ്പെട്ടവർ ആരൊക്കെ. മുകേഷ് അംബാനി ചോദിച്ചാലും തൊഴിൽ കൊടുക്കണമെന്നാണ് നിയമത്തിലുള്ളത്, പക്ഷേ ചോദിക്കില്ലല്ലോ. അങ്ങനെയാവുമ്പോൾ ആരാണ് അതിന് അർഹതപ്പെട്ടവര്? ഇങ്ങനെ ഭിന്നശേഷിക്കാര് ആരൊക്കെയുണ്ട്? ഇങ്ങനെ സർവശിക്ഷ അഭിയാനിൽ പെട്ടവരെ കണ്ടെത്തുക, ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ടവരെ കണ്ടെത്തുക, ദേശീയ ഗ്രാമീണ ആരോഗ്യ പദ്ധതി NRHM അതിൽ ഉൾപ്പെട്ടവരെ കണ്ടെത്തുക. ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങളോടുകൂടി, അതായത് യഥാർത്ഥത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണോ ഇങ്ങനെയുള്ള സൗജന്യങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, അഥവാ ഇനി പാർശ്വവൽക്കരിക്കപ്പെട്ടവർ പുറത്തുണ്ടെങ്കിൽ അവരെ കണ്ടെത്തി അവരെ ഉൾപ്പെടുത്തുക. ഇതൊക്കെയായിരുന്നു ആ സെൻസസിന്റെ ലക്ഷ്യം. അപ്പൊ ഈ ലക്ഷ്യത്തോടു കൂടി നടത്തിയ ആ സെൻസസ് പക്ഷേ 2014 ഭരണത്തിൽ വന്നത് BJP ഗവൺമെന്റ് ആയത് കാരണം 2011 ഈ സെൻസസും അതിൻ്റെ അനുബന്ധ നടപടികൾ, ആ സെൻസസ് പരിഗണിച്ചെടുക്കുകയോ അതിൻ്റെ അനുബന്ധ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യുകയുണ്ടായില്ല. പക്ഷേ നമുക്കറിയാം BJP ഭരണത്തിൽ വന്നതിന് ശേഷവും കോൺഗ്രസ് എല്ലായ്പ്പോഴും ജാതി സെൻസസ് നടത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. കാരണം ഈ സെൻസസ് ഞാനിപ്പോൾ ഈ പറഞ്ഞ 2011 സെൻസസ് വഴി തന്നെ ഒരുപാട് ഡിസ്ക്രിമിനേഷൻ, അതായത് ഇന്ത്യയിലെ പാവപ്പെട്ടവർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, അത് ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ടവരൊക്കെ ഒരുപാട് മേഖലകളിൽ അവഗണിക്കപ്പെടുന്നു, കൂടുതൽ പാർശ്വവൽക്കരിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ജാതി സെൻസസ് നടത്തണമെന്ന് ഉള്ള മുറവിളി കൂട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇപ്പോ പെട്ടെന്ന് ഇങ്ങനെ ഒരു ജാതി സെൻസസ് നടത്തണം എന്ന് ഗവൺമെന്റ് പറഞ്ഞത് എപ്പോഴാ പറഞ്ഞത് എന്നും കൂടി ഓർക്കണം. പഹൽഗാം നടന്ന ഭീകരാക്രമണത്തെ പറ്റി പത്രക്കാരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന അത് വളരെ കുറച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്നവണ്ണം പെട്ടെന്ന് തന്നെ ആ ചർച്ച നിർത്തി
വാട്ട് നെക്സ്റ്റ് എന്ന ചർച്ച നിർത്തി പെട്ടെന്ന് തന്നെ പോകാൻ തുടങ്ങുമ്പോഴാണ് പോക്കറ്റിൽ നിന്ന് ജാതി സെൻസസ് നടത്താൻ പോകുന്നു എന്നതിനെ പറ്റി ഒരു പേപ്പർ എടുത്ത് പത്രക്കാർക്ക് കൊടുക്കുന്നത്. അപ്പോൾ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അതിനെപ്പറ്റി കൂടുതലൊന്നും പരാമർശിക്കാതെ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട മന്ത്രി വൈഷ്ണവ് വിടവാങ്ങുകയാണ് ഉണ്ടായത്. അപ്പൊ ഇങ്ങനെ ഒരു ജാതി സെൻസസ് 2025 നടത്തുമോ, 26 നടത്തുമോ, 29 ഇപ്പൊ സെൻസസ് നമുക്ക് 2011 സെൻസസ് പോപ്പുലേഷൻ സെൻസസ് നടന്നത്. അത് കഴിഞ്ഞ് 2021 പോപ്പുലേഷൻ സെൻസസ് നടക്കേണ്ടതായിരുന്നു ക്രമമായ രീതിയിൽ. പക്ഷെ കോവിഡ് മുഖാന്തരം അന്ന് നടത്തിയില്ല. അത് കഴിഞ്ഞ് കോവിഡിന് ശേഷവും ഇപ്പൊ ഏതാനും വർഷങ്ങൾ കടന്നുപോയി. എന്നിട്ട് ഇതുവരെയും പോപ്പുലേഷൻ സെൻസസിനുള്ള ആരംഭമൊന്നും ആയിട്ടില്ല. പോപ്പുലേഷൻ സെൻസസിനോടൊപ്പം ഈ ജാതി സെൻസസ് നടത്തുമോ അതോ അതിനും ശേഷമാണോ നടത്തുക? ഇത്തരം കാര്യങ്ങളെ പറ്റി ഒന്നും വ്യക്തമായ ഒരു രൂപരേഖയും തയ്യാറാക്കിയിട്ടില്ല. ആ കാര്യങ്ങളിലൊക്കെ ഗവൺമെന്റ് മൗനം പാലിക്കുകയാണ്. അപ്പൊ ഈ ജാതി സെൻസസ് നടത്തും എന്ന് പറയുന്നത് തന്നെ പഹൽഗാമിനെ പറ്റിയുള്ള ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാകാം. അതുമല്ലെങ്കിൽ ബീഹാറിൽ വരാനിരിക്കുന്ന ഇലക്ഷനിൽ നേട്ടം കൊയ്യുകയും ആകാം. ബീഹാറിൽ ഇങ്ങനെയുള്ള പലവിധ SC ST കമ്മ്യൂണിറ്റീസ് ഒക്കെയുള്ള ഒരു സംസ്ഥാനമാണ്. അപ്പൊ അവിടെ നിങ്ങൾക്കെല്ലാം ഞങ്ങൾ തന്നിരിക്കും എന്ന് ഉറപ്പ് കൊടുത്തുകൊണ്ട് വോട്ട് വാങ്ങി ഭരണത്തിലെത്തുക എന്നുള്ള ലക്ഷ്യമാണോ ഗവൺമെന്റിനുള്ളത് എന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമുക്ക് ഒരു കാര്യം അറിയാം, നമ്മൾ ഇൻഡിപെൻഡന്റ് ആയത് ഇപ്പോൾ വികസിത് ഭാരത് എന്ന ഒരു ലക്ഷ്യമൊക്കെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വികസിത് ഭാരത് എന്ന് വെച്ചാൽ 2047 ആകുമ്പോഴത്തേക്കും നമ്മൾ 100 വർഷമാകുന്നു ഇൻഡിപെൻഡന്റ് ആയിട്ട്. അങ്ങനെ 2047 ആകുമ്പോഴത്തേനും വികസിത് ഭാരത് എന്ന ലക്ഷ്യമൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഈ വികസിത് ഭാരതത്തിന്റെ നാനാവശങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഉന്നത സ്ഥാനം, അതായത് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് റിസർവേഷൻ ഉണ്ട്, എല്ലാ വിഭാഗക്കാർക്കും അവരർഹിക്കുന്ന തരത്തിലുള്ള റിസർവേഷൻ കൊടുക്കണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അംബേദ്കറൊക്കെ ഈ ജാതി അടിസ്ഥാനത്തിലുള്ള റിസർവേഷൻ അനിവാര്യമാണ് എന്ന് വാദിച്ചിരുന്നു. അതൊക്കെ നമുക്കറിയാം. കോൺസ്റ്റിറ്റ്യൂഷൻ അതിനുള്ള പ്രൊവിഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ കുഴപ്പം കൊണ്ടല്ല ഇവിടെ ഈ ഇത്തരം അർഹതപ്പെട്ടവർക്ക് അർഹതപ്പെട്ട സ്ഥാനങ്ങൾ കിട്ടാതെ പോകുന്നത്. അതിന്റെ കാരണം ഒന്നാമത് ഈ പറയപ്പെട്ട സർവ്വ വിഭാഗങ്ങൾക്കും ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ക്വാളിറ്റി ഹെൽത്ത് കെയർ എന്നിവ ഇന്ത്യയിലില്ല. ക്വാളിറ്റി ഹെൽത്ത് കെയർ ഇല്ല എന്നതിന്റെ തെളിവാണല്ലോ കോവിഡ് കാലത്ത് 5 ലക്ഷത്തിനും 4 ലക്ഷത്തിനും ഇടയ്ക്ക് പേരാണ് ഇന്ത്യയിൽ മരിച്ചത് എന്ന് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് അവകാശപ്പെട്ടു. പക്ഷേ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണ്ടെത്തൽ എന്തായിരുന്നു? 39 ലക്ഷത്തിനും 49 ലക്ഷത്തിനും ഇടയിൽ ആൾക്കാർ ഇന്ത്യയിൽ മരിച്ചു എന്നായിരുന്നു. അത് ഒരു അമേരിക്കയിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ആദ്യം ആ രേഖ പുറത്തുവിട്ടത്, പഠനം നടത്തി. അപ്പൊ അതിനെ ഇന്ത്യ ചോദ്യം ചെയ്തു. പക്ഷെ WHO അതേ ഇതുമായിട്ട് രംഗത്ത് വന്നപ്പോൾ ഇന്ത്യ തെറ്റാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ അതല്ലെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. കാരണം അതിനു മുൻപ് തന്നെ ഹിന്ദു പോലെയുള്ള ദിനപത്രങ്ങൾ അവരുടെ സ്വന്തം ശക്തി ഉപയോഗിച്ച് ഇത്തരം പഠനങ്ങൾ നടത്തി WHO പറഞ്ഞത് ശരിയാണ് എന്ന് വരത്തക്ക രീതിയിലുള്ള കൺക്ലൂഷൻസ് ഇവിടെ എത്തിച്ചേർന്നിരുന്നു. അതുകൊണ്ടാണ് അതിനെ തിരസ്കരിക്കാൻ കേന്ദ്രത്തിന് പറ്റാതെ വന്നത്. നമുക്ക് കേരളത്തിലെ കാര്യം തന്നെ എടുക്കാം. 25,000-ൽ കുറവ് പേര് കോവിഡ് മുഖാന്തരം മരിച്ചുള്ളൂ എന്ന് പറഞ്ഞപ്പോഴും ഇതേ ഇൻസ്റ്റിറ്റ്യൂട്ട് WHO തന്നെ പറഞ്ഞു 70,000-ലധികം പേർ മരിച്ചു എന്ന്. അവസാനം നമ്മൾ ഓർക്കണം, 73,000 പേർക്ക് എക്സ്ഗ്രേഷ്യ കൊടുത്തു കേരളത്തില്. അതായത് കോവിഡ് മുഖാന്തരം മരിച്ചവരുടെ അനന്തരാവകാശികൾക്ക് കൊടുക്കേണ്ട എക്സ്ഗ്രേഷ്യ 73,000 പേർക്ക് ലഭിച്ചു കേരളത്തില്. അപ്പോൾ ആര് പറയണതാണ് ശരിയെന്ന് നമുക്കറിയാമല്ലോ. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല് വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും സാമ്പത്തികമായും ഒക്കെ ശാക്തീകരിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ അടിത്തട്ടിൽ നിന്ന് തുടങ്ങണം. അതായത് ആരോഗ്യ മേഖലയിൽ നിന്ന് തന്നെ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ കണ്ടെത്തി അവർക്ക് ആരോഗ്യ പരിരക്ഷ നൽകണം. ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ തുടങ്ങണം അവരുടെ പരിരക്ഷ. അങ്ങനെ ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ പരിരക്ഷ തുടങ്ങിയാൽ മാത്രമേ ഭൗതികമായി ഉയർച്ചയുള്ള ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാകൂ. അത്തരം കുഞ്ഞുങ്ങൾക്ക് മാത്രമാണ് വിദ്യാഭ്യാസപരമായി മുൻനിരയിൽ വരാൻ പറ്റുന്നത്.
അവരാണ് ജീവിത വിഹായസിൽ ഉന്നത ശ്രേണിയിലേക്ക് എത്തിപ്പെടുക. അപ്പൊ ഈ സവർണ വർഗക്കാർക്ക് ഈ പറയപ്പെട്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അവരതുകൊണ്ട് തന്നെ ഈ ജീവിത ശ്രേണിയുടെ എല്ലാ പ്രധാനപ്പെട്ട ശ്രേണിയിലേക്കും എത്തിപ്പറ്റും. അപ്പൊ ഇന്ത്യയിലെ ഏത് പ്രധാനപ്പെട്ട പൊസിഷൻ എടുത്താലും ഇപ്പൊ നമുക്കറിയാം, സ്ത്രീകൾ തീരെ ശാക്തീകരിക്കപ്പെട്ടവരല്ല, പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ് സ്ത്രീകൾ മൊത്തം ഇന്ത്യയിൽ. എന്നിട്ടും ഇപ്പോ ഈ അടുത്ത കാലത്ത്, അതായത് 2000-ലെ UN വിമൻ ഒക്കെ നിലവിൽ വന്നതിന് ശേഷം സ്ത്രീ ശാക്തീകരണത്തെ പറ്റി വളരെ വാചാലമായി ലോകം മുഴുവൻ സംസാരിക്കുകയും കുറെ അധികം കാര്യങ്ങൾ അവർക്ക് അതിനുവേണ്ടി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഒക്കെ ഇന്ത്യയിലും സ്ത്രീ വിദ്യാഭ്യാസമൊക്കെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ ഫലമായിട്ട് നമ്മൾ എന്താ കാണുന്നത്? ഈ പ്രാവശ്യത്തെ സിവിൽ സർവീസിന്റെ കഴിഞ്ഞ ആഴ്ചയിലാണ് സിവിൽ സർവീസിന്റെ റിസൾട്ട് വന്നത്. ആദ്യത്തെ 3 റാങ്കുകളും പെൺകുട്ടികൾക്കാണ് എന്ന് ഓർക്കണം. അപ്പൊ പെൺകുട്ടികൾ തഴയപ്പെടേണ്ടവരല്ല, പാർശ്വവൽക്കരിക്കപ്പെടേണ്ടവരല്ല, ഒന്നിനും കൊള്ളാത്തവരല്ല. അവർ പുരുഷന്മാരെ പോലെ തന്നെ ഭൗതികമായും ബുദ്ധിയുള്ളവരാണ്, കർമ്മശേഷിയുള്ളവരാണ്. ഒരുപക്ഷെ ഫിസിക്കലായിട്ട് പുരുഷനോളം തന്നെ ശക്തി ആയോധന ശക്തി അവർക്കുണ്ടാകണം എന്ന് നിർബന്ധമില്ല. അതും കുട്ടിക്കാലം മുതൽ കഴിക്കുന്ന ആഹാരത്തിലെ വ്യത്യാസം കൊണ്ടുകൂടിയാണ് എന്ന് ഓർക്കണം. അപ്പൊ അങ്ങനെ സ്ത്രീകളുടെ കാര്യത്തില് അതായത് ആ വ്യത്യാസം, ജെൻഡർ ഗ്യാപ്പ്, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഗ്യാപ്പ് കുറഞ്ഞു വരികയാണ് ലോകത്താകമാനവും ഇന്ത്യയിലും. പക്ഷെ അത് വളരെ സ്നെയിൽ സ്പീഡിലാണ് കുറയുന്നത് എന്ന കാര്യം നമ്മൾ മറക്കരുത്. അങ്ങനെ ഇരിക്കെയാണ് നമ്മൾ ആദിവാസികളുടെ കാര്യം ഓർക്കേണ്ടത്. ഇപ്പൊ വയനാട് ജില്ല, ആ വയനാട് ജില്ലയിലെ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള ജില്ലയാണ് വയനാട് ജില്ല. അപ്പൊ ആദിവാസികൾ എന്ന് പറയുമ്പോൾ അവിടെ നിന്നൊരു ആദിവാസി മന്ത്രി ഉണ്ടായിരുന്നു കേരളത്തിൽ എന്ന് ഓർക്കണം. അപ്പൊ അവരേത് ജാതിയിൽപ്പെട്ടവരാ? ആദിവാസികളിൽ തന്നെ ഒരുപാട് ഹൈറാർക്കി ഉണ്ട്. ഉദാഹരണത്തിന് കുറിച്യർ അവരുടെ ആദിവാസികളുടെ കൂട്ടത്തിലെ ബ്രാഹ്മിൻസ് ആണ് കുറിച്യർ എന്ന് പറഞ്ഞാൽ ആ കമ്മ്യൂണിറ്റിക്ക് ഇഷ്ടം പോലെ വസ്തുക്കളുണ്ട്. അവർ നല്ലവണ്ണം വിദ്യാഭ്യാസം ഉള്ളവരാണ്. അവരെല്ലാത്തരം ശ്രദ്ധയും ആരോഗ്യ പരിപാലനത്തിലും വിദ്യാഭ്യാസത്തിലും ഒക്കെ നല്ല ശ്രദ്ധ ചെലുത്തുന്നവരാണ്. അങ്ങനെയുള്ളവരാണ് കുറിച്യ പട. അവര് ആയോധന കലകളിലൊക്കെ വളരെ മിടുക്കരാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് പോലും കുറിച്യപ്പട വളരെ ശക്തമായ പടയായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് അറിയാം. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞ പിന്നെ കുറുമ്പർ, നമുക്കറിയാം കഴിഞ്ഞ വർഷമോ അതിനങ്ങേ വർഷമോ IAS ഒരു പെൺകുട്ടി കിട്ടിയത് കുറുമ്പ സമുദായത്തിൽപ്പെട്ടവരാണ്. കുറുമ്പരും വിദ്യാഭ്യാസത്തിലൊക്കെ മുൻപിൽ നിൽക്കുന്നവരാണ്. അതേ സമയത്ത് അവിടെ തന്നെ പണിയര്, അതുപോലെ തന്നെ അടിയര്, അങ്ങനെ ഒരുപാട് ഈ ട്രൈബുകളുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് ഗ്രഡേഷൻസ് ഉണ്ട്, ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. അതുപോലെ തന്നെ SC അതായത് ഷെഡ്യൂൾ കാസ്റ്റിന്റെ കൂട്ടത്തിലും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇവരിൽ പലരും, അതായത് ഇപ്പൊ ട്രൈബൽസിന്റെ കുറിച്യരെ എടുത്താൽ അവർ വളരെ മിടുക്കരായിട്ട് പോകുന്നവരാണ്. അവർ ജീവിതത്തിന്റെ ഏത് വലിയ ശ്രേണിയിലും എത്തും. പക്ഷെ ബാക്കിയുള്ളവർ അങ്ങനെയല്ല എന്ന് പറഞ്ഞതുപോലെ SC ആണെങ്കിലും ST ആണെങ്കിലും. അപ്പം ഇവരുടെയൊക്കെ എല്ലാ ശ്രേണിയെ പറ്റിയും ജാതി സെൻസസിന്റെ ഉദ്ദേശശുദ്ധിയാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നമ്മൾ സംവരണം ഉണ്ട്, ആ സംവരണം ഇത്ര ശതമാനം പട്ടികവർഗത്തിന്, ഇത്ര ശതമാനം പട്ടിക ജാതിക്ക് എന്നുണ്ടെങ്കിൽ ആ പട്ടികജാതിയിൽ തന്നെ നിരവധി കാറ്റഗറീസ് ഉണ്ട്. അതിൽ മുന്നിൽ നിൽക്കുന്നവർക്ക് കിട്ടും ഈ സംവരണ അഡ്വാൻറ്റേജസ് മുഴുവനും. പിന്നിൽ നിൽക്കുന്നവർക്ക് ഒന്നും കിട്ടില്ല. അവരെന്നും പാർശ്വവൽക്കരിക്കപ്പെട്ടവരായിട്ട് തന്നെ കഴിയും. അതാണ് ഇന്ത്യയിൽ ഇതുവരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ജാതി സെൻസസ് അനിവാര്യം എന്ന് പറയുന്നത്. അങ്ങനെ ജാതി സെൻസസ് എടുത്താലാണ് ഈ അവാന്തര വിഭാഗങ്ങളിൽ ആർക്കൊക്കെയാണ് പ്രയോജനം കിട്ടാതെ അടിത്തട്ടിൽ തന്നെ ഇപ്പോഴും കഴിയുന്നത്, അവരെ എങ്ങനെയാണ് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുക, അവർക്ക് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ പിച്ചവെച്ച് നടക്കാനുള്ള അവസരം കൊടുക്കുക, അവരെ കൈപിടിച്ചുയർത്തുക, അതിനുശേഷം അവരെ ഈ സ്ഥാനങ്ങളിലേക്കും ഒക്കെ എത്തിക്കുക. അപ്പോൾ ഈ സംവരണത്തിന്റെ ആനുകൂല്യം എല്ലാവർക്കും കിട്ടുക എന്ന് പറയുന്നത് അടിത്തട്ടിൽ നിന്ന് തന്നെ വിദ്യാഭ്യാസവും ആരോഗ്യവും മെച്ചപ്പെടുന്നുണ്ടോ, ലഭ്യമാകുന്നുണ്ടോ എന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പൊ ഇപ്പോഴും എനിക്കറിയാം, വയനാട് ജില്ലയിൽ ചെന്നാൽ കുറുമ്പര്, അതുപോലെ കുറിച്യര്, ഇവരൊക്കെ നല്ല മെച്ചപ്പെട്ട അവസ്ഥയിൽ ജീവിക്കുന്നവരാണ്. നമുക്കറിയാം, നമ്മുടെ ക്രിക്കറ്റില് ഒരു വനിത ഈ കഴിഞ്ഞ വർഷം 2 വർഷം കൊണ്ട് വളരെ മിടുക്ക്, ഞാൻ പേരിപ്പോ ഓർമ്മിക്കുന്നില്ല, വയനാട്ടിൽ നിന്ന്, അതും കുറിച്യ സമുദായത്തിൽപ്പെട്ടതാണ്. അപ്പൊ അതുപോലെ അതായത് ഈ അവർക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന സംവരണ ആനുകൂല്യങ്ങൾ മുഴുവനും അതിലെ പ്രബല സമുദായത്തിന് കിട്ടുന്നു, ബാക്കിയുള്ളവർക്കൊന്നും കിട്ടുന്നില്ല.
ആ അവസ്ഥ മാറണം. എല്ലാവർക്കും ഇതിന്റെ ആനുകൂല്യം, ഈ സംവരണ ആനുകൂല്യം, കോൺസ്റ്റിറ്റ്യൂഷൻ അനുവദിക്കുന്ന സംവരണാനുകൂല്യം എല്ലാവർക്കും കിട്ടണം. അതൊരു ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ആകണം. അങ്ങനെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസവും ആരോഗ്യവും ഇറ്റിച്ചിറങ്ങി ഈ തീരെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആ വിഭാഗങ്ങളിലേക്ക് ചെല്ലണം. അങ്ങനെ അവരെ ഉയർത്തിക്കൊണ്ടുവരണം. അവരെ ഉയർത്തിക്കൊണ്ടുവന്ന് അവർക്ക് ഈ സംവരണ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്താനും അങ്ങനെ ജീവിതത്തിന്റെ വിവിധ ശ്രേണികളിലേക്ക് എത്തിപ്പെടാനും അവർക്ക് കഴിയണം. അപ്പൊ ഇപ്പൊ വയനാട്ടിലൊക്കെ ചെന്നാല് ആദിവാസികളിലെ അടിയര്, പണിയര്, അങ്ങനെയുള്ളവരുടെയൊക്കെ ജീവിതം കണ്ടാല് നമ്മൾ സത്യത്തിൽ സ്തബ്ധരായി പോകും. കാരണം അവർക്ക് തൊഴിൽ, കൂലി ഇതൊന്നും പ്രശ്നമേ അല്ല. അവര് രാവിലെ ജോലിക്ക് പോയാല് എനിക്ക് തോന്നുന്നു, ഇപ്പൊ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, പണ്ട് കുണ്ടൽ ജോലിക്കുന്ന, അതായത് എന്താണ് അടിമവേല പോലെ ചെയ്തുകൊണ്ടിരുന്ന കാലത്തേക്കാൾ അന്ന് ജന്മിയുടെ വീട്ടിൽ നിന്ന് അവർക്ക് ഉച്ചയ്ക്കും ഒക്കെ ആഹാരം കിട്ടും. വൈകുന്നേരം വീട്ടിൽ ചെന്നാലും കള്ളു കുടിക്കാനൊന്നും ഉച്ചയ്ക്ക് പോകാനൊക്കത്തില്ല. ഇപ്പൊ അങ്ങനെയല്ല. മദ്യസേവയ്ക്ക് വേണ്ടി അവർ ജോലി ചെയ്യാൻ പോകുന്നിടത്തുനിന്ന് മദ്യം കൊണ്ടുപോയോ അല്ലെങ്കിൽ അവിടെ പോയോ കഴിക്കുക, ആഹാരം അതിൻ്റെ ഒപ്പം എന്തെങ്കിലും കഴിച്ചു എന്ന് വരുത്തുക. അതായത് കപ്പയും കള്ളും ഉച്ചയ്ക്ക് അവർക്ക് കഴിക്കുന്ന ആഹാരം. അങ്ങനെയൊക്കെ വളരെ അങ്ങ് താഴേക്ക് പോയിരിക്കുകയാണ് ഈ ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് പേരും. അവരെയൊക്കെ ഇനി പടിപടിയായി ഉയർത്തി കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു വലിയ യജ്ഞമായിരിക്കും. അല്ലെങ്കിൽ ആ ഒരു സമൂഹം തന്നെ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഈ ജാതി സെൻസസ് അനിവാര്യമായിട്ടും നടത്തണം. എല്ലാ ജാതിയുടെയും അവാന്തര വിഭാഗങ്ങളെ കണ്ടുപിടിച്ച് സംവരണാനുകൂല്യത്തിന്റെ എത്ര ശതമാനം അവർക്ക് കിട്ടിയിട്ടുണ്ട്, ഒന്നും കിട്ടാത്ത വിഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെ എല്ലാം അറിയണം. അതിനുശേഷമാകണം പോളിസി മേക്കിംഗ്. ഈ താഴെ തട്ടിലുള്ളവരെ, ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്തവരെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാം മുഖ്യധാരയിലേക്ക് എന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ടി നിയമനിർമ്മാണവും നയപരിപാടികളും ഒക്കെ ആസൂത്രണം ചെയ്യേണ്ടത് ഈ സെൻസസ്, കാസ്റ്റ് സെൻസസ് നടത്തിയതിന്റെ സ്ഥിതി വിവര കണക്കുകൾ പുറത്തു വന്നതിന് ശേഷമേ പറ്റൂ. അതായത് ഗവൺമെന്റ് എത്രയും നേരത്തെ ഈ കാസ്റ്റ് സെൻസസ്, ജാതി സെൻസസ് നടത്താൻ മുൻകൈ എടുക്കണം. എങ്കിൽ മാത്രമേ ഇത്രകാലവും, അതായത് 100ാം വാർഷികം ആഘോഷിക്കുമ്പോഴേക്ക് 2047 ആകുമ്പോഴേക്ക് ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ, അങ്ങേയറ്റം പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ഒരു തരിയെങ്കിലും ഉയർത്താൻ കൊണ്ടുവന്നാൽ, മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ പറ്റിയാൽ അതാകും ഇന്ത്യയുടെ ഏറ്റവും വലിയ മഹത്വം എന്ന് എല്ലാവരും വാഴ്ത്തുക. അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് വേണ്ടി ജാതി സെൻസസ് എത്രയും നേരത്തെ, എത്രയും നന്നായിട്ട്, അതായത് ജാതി സെൻസസ് പലതരത്തിൽ നടത്താൻ പറ്റും. എത്ര വേണമെങ്കിലും ഡിസ്റ്റോർട്ടഡ് ആയിട്ട്, അതായത് ഇത്തരം വിവരങ്ങളൊന്നും കിട്ടാത്ത രീതിയിലും വേണമെങ്കിൽ നടത്താൻ പറ്റും. കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന പലർക്കുമായിരിക്കും ആനുകൂല്യങ്ങൾ കുറേശ്ശെ നഷ്ടപ്പെടുക. അപ്പോൾ ഇങ്ങനെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എങ്ങനെ വേണമെങ്കിലും ജാതി സെൻസസിനെയും ഡിസ്റ്റോർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡിസ്റ്റോർട്ട് ചെയ്യാത്ത ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ജാതി സെൻസസ് നമ്മുടെ രാജ്യത്ത് നടക്കട്ടെ. 145 കോടി ജനങ്ങളുള്ള ഇന്ത്യ ലോകത്തിലെ 1ാമത്തെ ജനസംഖ്യയാണ്. അപ്പോൾ ഈ സെൻസസ് ഏറ്റവും പ്രധാനം ഇന്ത്യയിലാണ്, മറ്റു രാജ്യങ്ങളിൽ എവിടെയുമല്ല. അങ്ങനെ ഇന്ത്യയിൽ ഈ സെൻസസ് സത്യസന്ധമായും വസ്തുനിഷ്ഠമായും സമയബന്ധിതമായും നടത്തിക്കഴിഞ്ഞ് അതിന് ശേഷം വേണ്ട നടപടികളും സമയബന്ധിതമായി എടുക്കാൻ ഇടവന്നാൽ ഇവിടുത്തെ ജനങ്ങൾക്ക് കുറച്ചെങ്കിലും ഇക്വാളിറ്റിയിലേക്ക് ഉള്ള ഒരു കാൽവയ്പായി അത് മാറുമെന്ന് പ്രതീക്ഷിക്കാം.